അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഓരോ കാലഘട്ടത്തിലും നമുക്ക് ചില കപ്പിത്താന്മാരെ തന്നു. ഇന്ന് സമസ്ത എന്ന് പറയുന്ന ഈ മഹായാനത്തെ, ഈ വലിയ കപ്പലിനെ കപ്പിത്താനായി നമുക്ക് നേതൃത്വം നൽകുന്നത് സയ്യിദുൽ ഉലമ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങളാണ്. അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും ആരോഗ്യവും നൽകി അനുഗ്രഹിക്കട്ടെ. ശൈഖുന കണ്ണിയത്ത് ഉസ്താദ് സയ്യിദുൽ ഉലമയുടെ നെഞ്ചത്ത് കൈവച്ചുകൊണ്ടാണ് ദുആ ചെയ്തത്. ബാറക്കല്ലാഹു ഫീ ഇൽമിക്. അതുകൊണ്ട് സയ്യിദുൽ ഉലമയുടെ ഇൽമിൽ ബറക്കത്തുണ്ടായിട്ടുണ്ട്. മഹാനായ വാളക്കുളം അബ്ദുൽ ബാരി മുസ്ലിയാർ മഹാനവറുകൾ തലയിൽ കൈവച്ചുകൊണ്ട് മന്ത്രിച്ചു. ശൈഖുന ശംസുൽ ഉലമ നേരത്തെ പറഞ്ഞു, ഈ തങ്ങൾ ഈ ഉമ്മത്തിന്റെ നേതാവാകുമെന്ന്. അള്ളാന്റെ ഔലിയാക്കൾ ആശീർവദിച്ചും അനുഗ്രഹിച്ചും ദുആ ചെയ്തും അവർ തസ്കിയത്ത് ചെയ്തും തർബിയത്ത് ചെയ്തും അവരുടെ പിന്മുറക്കാരനായിട്ടാണ് സയ്യിദുൽ ഉലമ വന്നത്. ആ സയ്യിദുൽ ഉലമയെ നമുക്കാർക്കും മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല എന്നതാണ് ഏറ്റവും വലിയ ഒരു കാര്യം. അത് അപകടം എന്നൊന്നും ഞാൻ പറയുന്നില്ല. ചില ആളുകൾക്കൊക്കെ അത് അപകടമാണ് സയ്യിദുൽ ഉലമയെ മനസ്സിലാക്കാതെ പോയത്. നിങ്ങൾ മനസ്സിലാക്കണം, ഇനി മരണപ്പെട്ടത് പോയതിന് ശേഷം കുറെ മദ്ഹ് പറഞ്ഞിട്ട് കാര്യമില്ല. അതല്ലേ പുതിയൊരു ട്രെൻഡ്. ഇപ്പൊ കുറെ ആളുകൾ ശംസുൽ ഉലമയുടെ ആളുകളാ, കണ്ണിയത്ത് ഉസ്താദിന്റെ ആളുകളാ. ശംസുൽ ഉലമയെ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ വേദനിപ്പിച്ച ആളുകൾ ഈ വണ്ടിയിൽ കയറിയിട്ട് പറയാണ്, ഞങ്ങൾ ശംസുൽ ഉലമയുടെ ആളുകളാണ്. ഞങ്ങൾക്കറിയാം ഇന്നും ജീവിച്ചിരിക്കുന്ന പല ആളുകളും ശൈഖുന ശംസുൽ ഉലമയെ എത്രത്തോളം വേദനിപ്പിച്ചിട്ടുണ്ട് എന്ന്. കണ്ണിയത്ത് ഉസ്താദിനെ, കോട്ടുമല ഉസ്താദിനെ, ഈ പ്രഗത്ഭരായ നേതാക്കളെ വേദനിപ്പിച്ച ആളുകൾ, അവരോടാണ് പറയുന്നത് മഹാനായ സയ്യിദുൽ ഉലമ ശൈഖുന കണ്ണിയത്ത് ഉസ്താദിന്റെ ശംസുൽ ഉലമയുടെ കോട്ടുമല ഉസ്താദിന്റെ ഗുരുത്വവും പൊരുത്തവും കിട്ടിയ മഹാനാണ്. വെറുതെ നേതാവായതല്ല, വെറുതെ നേതാവായതാണെന്ന് ആരും മനസ്സിലാക്കണ്ട. ആ മഹാമനുഷ്യനെ മനസ്സിലാക്കാൻ നിങ്ങൾ ശ്രമിച്ചോളൂ, ദുനിയാവും ആഖിറവും രക്ഷപ്പെടാം. സയ്യിദുൽ ഉലമയുടെ ആത്മീയത, സയ്യിദുൽ ഉലമയുടെ ഇൽമ്, സയ്യിദുൽ ഉലമയുടെ ദീർഘവീക്ഷണം, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അനുഗ്രഹിച്ച പലതും നമുക്കൊക്കെ ഒരുപാട് അനുഭവങ്ങളുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്. ഇത് നല്ല ഇഖ്ലാസോടെ നീയത്തോടു കൂടെയാണ് പറയുന്നത്. സയ്യിദുൽ ഉലമ എന്ന മഹാനെ മനസ്സിലാക്കാനും അടുക്കാനും ഇഷ്ടപ്പെടാനും കഴിഞ്ഞാൽ ഭാഗ്യവാന്മാരാകും. അല്ല, സയ്യിദുൽ ഉലമയെ പോലെ, ശൈഖുൽ ജാമിയെ പോലെ സമസ്തയുടെ കേന്ദ്ര മുശാവറ അംഗങ്ങളായ മഹാന്മാരെ അവരെ മനസ്സിലാക്കാതെ അവരെ ഒളിഞ്ഞും തെളിഞ്ഞും കുത്തുവാക്ക് പറഞ്ഞും ആക്ഷേപിച്ചും ഒളിയമ്പുകൾ എയ്തും അങ്ങനെ തന്നെയാണ് നിഷ്കളങ്കരെ നിങ്ങൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ നിങ്ങൾ അപകടം ഭയപ്പെടണം. അതാണ് ചരിത്രം, അതാണ് സമസ്തയുടെ ചരിത്രം. അത്ര പറഞ്ഞാൽ മതിയല്ലോ. ഈ മഹാന്മാരായ സ്വാലിഹീങ്ങൾ, ഞാൻ ഓരോരുത്തരുടെ പേര് പറഞ്ഞ് സമയം കളയാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾ തെറ്റുദ്ധരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഓരോ ആളുകളും വലിയ മഹാന്മാരാണ്. അവർ വലിയ മഹത്വമുള്ള ആളുകളാണ്. ഞങ്ങളൊക്കെ അവരെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് വെറുതെ അല്ല. സമസ്തയുടെ ഇന്നും ജീവിച്ചിരിക്കുന്ന ഓരോ മുശാവറ അംഗങ്ങളെയും അവരെ ബഹുമാനിക്കുന്നത്, ആദരിക്കുന്നത് വെറുതെയാണ് എന്ന് മനസ്സിലാക്കണ്ട. അവരുടെ പിറകെ കൂടിയത് വെറുതെയാണ് എന്ന് മനസ്സിലാക്കണ്ട. ഞങ്ങൾക്കൊക്കെ മറ്റെന്തെങ്കിലും ലാഭമാണ് കിട്ടുക എങ്കിൽ പല വഴികളുണ്ടല്ലോ. ഈ തലപ്പാവ് ഊരിവെച്ച് ഇങ്ങനെ പ്രസംഗിക്കാൻ മറ്റു പല വേദികളിലും പോയാൽ സാമ്പത്തികമായ പുരോഗതി ഇതിനേക്കാൾ ഉണ്ടാകുമെന്ന് അറിയാത്തത് കൊണ്ടാ, ഞങ്ങൾക്ക് പ്രസംഗിക്കാൻ കഴിയാത്തത് കൊണ്ടാ. കാലികമായ വിഷയങ്ങളും രാഷ്ട്രീയപരമായ കാര്യങ്ങളും ഇന്ന് ലോകത്ത് നടക്കുന്ന അന്താരാഷ്ട്ര കാര്യങ്ങളുമൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ പ്രസംഗിക്കാൻ അറിയാത്തത് കൊണ്ടല്ല. ഞങ്ങളൊക്കെ ഏതെങ്കിലും രാഷ്ട്രീയ പ്രസംഗത്തിന് പോയാൽ പദവികളും സ്ഥാനമാനങ്ങളും കിട്ടുമെന്നറിയാം. അതിനു വേണ്ടിയല്ല ഈ സമസ്തയുടെ പിറകെ കൂടിയത്. പണം സമ്പാദിക്കാനല്ല സമസ്തയുടെ കൂടെ കൂടിയത്. നമ്മൾ ആരും സമസ്തക്കാരായത് അതിനു വേണ്ടിയല്ലല്ലോ. ഈ SKSSF-കാര് ഈ ത്രിവർണ്ണ പതാക എന്ത് നടക്കുന്നത് എന്തിനാ? ഏതെങ്കിലും ക്യാമ്പസിലോ യൂണിവേഴ്സിറ്റിയിലോ ചെയർമാൻ ആവാനോ UUC ആവാനോ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനാണോ? ഏതെങ്കിലും ക്യാമ്പസിൽ SKSSF മത്സരിച്ചിട്ടുണ്ടോ? ഇല്ല. അതിനല്ല ഈ മക്കൾ SKSSF-കാരായത്. മറ്റു വിദ്യാർത്ഥി സംഘടനകളെപ്പോലെ വിദ്യാർത്ഥി രാഷ്ട്രീയമോ ക്യാമ്പസ് രാഷ്ട്രീയമോ SKSF-ന്റെ ലക്ഷ്യമല്ല. ക്യാമ്പസിലെ മക്കൾക്ക് തഹജ്ജുദ് നിസ്കരിച്ച് ജീവിക്കണം. അവർ ദിവസവും ഹദ്ദാദ് ചൊല്ലുന്നവരാവണം. അവർ ഖുർആൻ ഓതുന്നവരാവണം. അതിനാണ് ഈ മക്കൾ ഈ കൊടിയേന്തുന്നത്. അതിനാണ് ഈ മക്കൾ ഈ തൊപ്പി ധരിക്കുന്നത്. അതിനാണ് ഈ മക്കൾ സമസ്തയുടെ 100ാം വാർഷികത്തിന്റെ ഫ്ലക്സ് കെട്ടാൻ അവർ ബിൽഡിങ്ങുകളുടെയും മരങ്ങളുടെയും മുകളിൽ കയറുന്നത്. അതിനാണ് അവർ പർവ്വതങ്ങൾ കയറുന്നത്.
അതിനാണ് അവർ മഴ കൊള്ളുന്നത്, വെയിൽ കൊള്ളുന്നത്, അതിനാണ് അവർ ചുമരെഴുത്ത് നടത്തുന്നത്, അതിനാണ് അവർ പദയാത്രകൾ നടത്തുന്നത്, അതിനാണ് ഈ പ്രസ്ഥാനത്തിന്റെ കാവലുകളായി നിൽക്കുന്നത്. നീലക്കോട്ടണിഞ്ഞ് വിക്കായുടെ വളണ്ടിയർമാർ ഈ പ്രസ്ഥാനത്തിന് സംരക്ഷണം ഒരുക്കുന്നത്. ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, ഈ കോട്ട കെട്ടി സംരക്ഷിക്കുന്നത് ആത്മീയതയാണ്, സുന്നത്ത് ജമാഅത്തിനെയാണ്, അള്ളാന്റെ ഔലിയാക്കളുടെ വഴിയാണ് നമുക്ക് പരലോകത്ത് വിജയിക്കാൻ വേണ്ടിയ മറ്റ് യാതൊരു താല്പര്യവുമില്ല. അതുകൊണ്ട് ഈ മഹത്തുക്കളൊക്കെ മഹാന്മാരാണ് എന്ന് മനസ്സിലാക്കി ബോധ്യപ്പെട്ടത് കൊണ്ട് തന്നെയാണ് എന്തൊക്കെ ആക്ഷേപങ്ങൾ വന്നാലും ഈ കൊടിക്ക് കീഴിൽ നമ്മൾ ഉറച്ചു മുന്നോട്ട് പോകുന്നത്. അവിടെ വിജയമുണ്ടാകും. ചില ആളുകൾക്കൊക്കെ പല തെറ്റിദ്ധാരണകളും വരും, അതൊക്കെ തിരുത്തണം. അൽഹംദുലില്ലാഹ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ തീരുമാനങ്ങൾ ചിലതൊക്കെ ആദ്യം കയ്പുണ്ടാകും, പിന്നെ അത് ബോധ്യപ്പെടും. അതങ്ങനെയാണ് അതിൻ്റെ രീതി. ഇപ്പോഴും സമസ്ത എന്തൊക്കെ തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ടോ അത് സത്യമായിരുന്നു എന്ന് ഇൻഷാ അല്ലാഹ് ഇന്നല്ലെങ്കിൽ നാളെ എല്ലാവർക്കും ബോധ്യപ്പെടും. സമസ്തയായിരുന്നു ശരി, അന്നത്തെ മഹാന്മാരായിരുന്നു ശരി, അന്ന് സയ്യിദുൽ ഉലമയായിരുന്നു ശരി, അന്ന് സമസ്തയുടെ മുശാവറ തീരുമാനിച്ചതായിരുന്നു ശരി എന്ന് നമുക്ക് എല്ലാ കാര്യങ്ങളിലും കാത്തിരുന്ന് കാണും. അതുറപ്പാണ്. സമസ്ത ബർക്കത്തുള്ള പ്രസ്ഥാനമാണ്. ഞാനിത് പറയുന്നത്, ഇത് പറയുമ്പോൾ ആർക്കും വിഷമം തോന്നണ്ട. മഹാന്മാരായ ഉസ്താദുമാർ ഒരു കാര്യം തീരുമാനിക്കാൻ സമസ്തയുടെ മുശാവറക്ക് പോകുമ്പോൾ എൻ്റെ ജില്ലക്കാരൻ ജില്ലാ പ്രസിഡന്റായിരുന്നു താജു സാദാത്ത് സയ്യിദ് KPC തങ്ങൾ വഫാത്തായി, അള്ളാഹു ദറജ ഉയർത്തി കൊടുക്കട്ടെ. തങ്ങൾ പാപ്പ പറയാറുണ്ട്, ഞങ്ങൾ മുശാവറ യോഗത്തിന് ഉളു ഇല്ലാതെ അവിടെ ഇരിക്കാറില്ല. മുശാവറ യോഗത്തിന് ഉളു ഉണ്ടാക്കണമെന്ന് ഷർത്തും ഫർളൊന്നും അല്ല, പക്ഷെ ഞങ്ങൾ ഉളുവോടുകൂടെയാണ് അവിടെ ഇരിക്കാറുള്ളത്. ഞങ്ങൾ പോകുമ്പോൾ മമ്പറത്തും അതേപോലെ ചിലപ്പോൾ വരക്കലും മഹാന്മാരെ, ഞങ്ങളുടെ മശായിഖന്മാരെ, ഉസ്താദുമാരൊക്കെ സിയാറത്ത് ചെയ്തുകൊണ്ടാണ് പോവുക. അവരിലേക്കൊക്കെ ഫാത്തിഹ ഓതി, യാസീൻ ഓതി, ദുആ ചെയ്തുകൊണ്ടാണ് ഞങ്ങൾ പോവുക. പ്രത്യേകിച്ച് നിർണായകമായ തീരുമാനങ്ങൾ എടുക്കാൻ പോകുമ്പോൾ ഇസ്തിഖാറത്ത് നിസ്കരിച്ച് റബ്ബിനോട് ദുആ ചെയ്ത് വളരെ അതിൻ്റെ ഗൗരവം ആലോചിച്ചുകൊണ്ട് ഓരോ തീരുമാനങ്ങളും എടുക്കാറുള്ളത്. സമസ്ത ഒരു ആത്മീയ പ്രസ്ഥാനമാണ് കൂട്ടരെ. അള്ളാന്റെ തൗഫീഖ് കിട്ടിയ ശംസുൽ ഉലമ പറഞ്ഞ ഇലാഹിയായ ഒരു പ്രസ്ഥാനമാണ് സമസ്ത. ലക്ഷക്കണക്കിന് ഔലിയാക്കളുടെ വഴിയാണ് സമസ്ത. ആ സമസ്തയെ കേവലം ഒരു സംഘടനയായി തെറ്റിദ്ധരിച്ചതാണ് പലർക്കും പറ്റിപ്പോയ ഏറ്റവും വലിയ അമളി. അതുകൊണ്ട് തിരിച്ചു വരണം. ഇന്നും കാലത്തിൻ്റെ മുന്നിൽ നടക്കുന്ന കപ്പിത്താന്മാരാണ് നമുക്കുള്ളത്. ഞാൻ ഒന്ന് പറയുന്നു, നമുക്ക് അഭിമാനമാണ്. ഏത് കാലഘട്ടത്തിലും ഞാൻ ചെറിയൊരു ചരിത്രം പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. ഗുരുനാഥന്മാരുടെ ഗുരുനാഥനായിരുന്നു ശൈഖുന തട്ടാങ്ങര കുട്ടിയാം മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദ. ചാപ്പനങ്ങാടി ഉസ്താദിന്റെ ഷെയ്ഖും ഉസ്താദുമായിരുന്ന പാനായിക്കുളം അബ്ദുറഹ്മാൻ മുസ്ലിയാർ, പുതിയാപ്പിള അബ്ദുറഹ്മാൻ മുസ്ലിയാർ, മഹാനവറുകളുടെ ഷെയ്ഖും ഗുരുനാഥനുമാണ് തട്ടാങ്ങര കുട്ടിയാം മുസ്ലിയാർ. പരിശുദ്ധമാക്കപ്പെട്ട തൊഹ്ഫയൊക്കെ മനപ്പാടമായിരുന്നു, ഫതുഹുൽ മുഈൻ മനപ്പാടമായിരുന്നു. കേരളീയ മുസ്ലിം ഉമ്മത്തിന് മഖദൂമി പാരമ്പര്യത്തിന്റെ അത് മഹാപണ്ഡിതന്മാരിലൂടെ തഹ്ഖീഖുള്ള മസ്അലകൾ കൈമാറിയ മഹാഗുരുനാഥനാണ് തട്ടാങ്ങര കുട്ടിയാം മുസ്ലിയാർ. ഹജ്ജിന് പോയി, അന്നൊക്കെ മാസങ്ങൾ അവിടെ തങ്ങും. ഹജ്ജ് വേളയിൽ ബഹുമാനപ്പെട്ട ശൈഖുന മക്കയിൽ ഒരു ഖാദിയുടെ, ഒരു ജഡ്ജിയുടെ വിധി ആ സദസ്സിൽ പങ്കെടുത്തു. ഈ ചരിത്രം ശൈഖുന ചെറുശ്ശേരി ഉസ്താദ് പറഞ്ഞതാണ്. എന്താണ് ഖാദി വിധിച്ചത്? ഖാദി ഒരു പ്രതിക്ക് വധശിക്ഷ വിധിച്ചു സൗദി അറേബ്യയിൽ, മക്കയിൽ. ഇത് കേട്ടപ്പോൾ ആ വിധിക്ക് കാരണമായ സാഹചര്യം വിധിവിസ്താരം വായിച്ചപ്പോൾ മഹാനായ ശൈഖുന തട്ടാങ്ങര കുട്ടിയാം മുസ്ലിയാർ എഴുന്നേറ്റുന്നുകൊണ്ട് പറഞ്ഞു, യാ ശൈഖ് അന്ത അഖ്തഅത, ശൈഖേ ഖാദി നിങ്ങൾക്ക് പഴച്ചിരിക്കുന്നു, നിങ്ങളുടെ വിധി തെറ്റാണ്. കൈഫ അന്ത തുഖാലിഫു കിതാബ തുഹ്ഫ വൻ നിഹായ, തുഹ്ഫ നിഹായ തുടങ്ങിയ പ്രധാനപ്പെട്ട മദ്ഹബിന്റെ കിതാബുകളിൽ അങ്ങനെയല്ല അതിന്റെ വിധി പറയുന്നത്, മസ്അല പറയുന്നത്. നിങ്ങൾ അതിന് എതിരാണല്ലോ വിധിച്ചിരിക്കുന്നത്. ഈ ഖാദിയാകെ ഞെട്ടിപ്പോയി, ചോദിച്ചു. മഹാനവറുകൾ തുഹ്ഫയിലും നിഹായിലുമൊക്കെ ഇബാറത്തുകൾ വായിച്ചുകൊണ്ട് അയാളുടെ വിധി തെറ്റാണെന്ന് സമർത്ഥിച്ചു. ഖാദി എന്ത് ചെയ്തു? മക്കയിലെ ഖാദി അയാൾ പറഞ്ഞു, കേസ് നീട്ടിവെച്ചിരിക്കുന്നു, വധശിക്ഷ റദ്ദാക്കിയിരിക്കുന്നു, ഞാൻ ഒന്നുകൂടെ പഠിക്കട്ടെ എന്ന് പറഞ്ഞ് കേസ് നീട്ടിവെച്ചു. ഇറങ്ങി വന്നു. ആരാണ് നിങ്ങൾ? ഇന്ത്യയിൽ നിന്ന് വന്ന ഒരു പണ്ഡിതനാണ്. അത്ഭുതപ്പെടുകയാണ്. മക്കയിലെ ഖാദിയെ തിരുത്തുന്ന മദ്ഹബിന്റെ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ലോകത്തെവിടെയും നമ്മുടെ പാരമ്പര്യം വിളിച്ചു പറഞ്ഞ പണ്ഡിതന്മാരാണ് നമുക്ക് മുമ്പേ കഴിഞ്ഞു പോയത്. മറ്റൊരു വേളയിൽ മക്കയിൽ തന്നെ ഹറമിൽ ഒരു ദർസ് നടക്കുകയാണ് ഒരു അറബി പണ്ഡിതന്റെ. അയാള് തുഹ്ഫയിലെ ഒരു ഇബാറത്ത് വായിച്ചു, നോക്കിയിട്ടാണ് വായിക്കുന്നത്. മഹാനായ ശൈഖുന അത് കേട്ടിരിക്കുകയാണ്, കയ്യിൽ കിതാബൊന്നുമില്ല. പറഞ്ഞു അദ്ദേഹത്തോട്, നിങ്ങൾ വായിച്ചത് തെറ്റാണ്.
അയാൾ നോക്കി ഒന്നുകൂടെ വായിച്ചു, ഇങ്ങനെ തന്നെയാണല്ലോ, ശിഷ്യന്മാരുടെ കിതാബിലൊക്കെ നോക്കി ശരിയാണല്ലോ, തെറ്റില്ലല്ലോ. മഹാനവറുകൾ പറഞ്ഞു, എന്നാൽ അത് പ്രിന്റിംഗ് മിസ്റ്റേക്ക് ആയിരിക്കും, അച്ചടി പെശകായിരിക്കും, നിങ്ങൾ വായിച്ചത് തെറ്റാണ്. തുഹ്ഫയിൽ അങ്ങനെയല്ല. നിങ്ങളുടെ കുത്തുബ്ഖാനയിൽ പഴയ വല്ല നുസ്ഖയും ഉണ്ടെങ്കിൽ എടുത്തുകൊണ്ട് വരൂ, അപ്പോൾ നിങ്ങൾക്ക് കാണാം ഞാൻ പറഞ്ഞതുപോലെയാണ് ഇബാറത്ത്. സുബ്ഹാനല്ലാഹ്, മക്കയിലെ കുത്തുബ്ഖാനയിലെ പഴയ 2-3 നുസ്ഖകൾ കൊണ്ടുവന്നപ്പോ ശൈഖുനാ തട്ടാങ്ങര ഉസ്താദ് പറഞ്ഞതുപോലെയാണ്, പ്രിന്റിംഗ് മിസ്റ്റേക്ക് ആണ്, മനപ്പാടമായിരുന്നു കിതാബ്. ഈ അറബി പണ്ഡിതൻ അത്ഭുതപ്പെട്ടു, നിങ്ങൾ ഇന്ത്യക്കാരനാണോ, നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത്ര വലിയ ഇൽമുണ്ടായത്? ഇതാണ് നമ്മുടെ മഹാന്മാരായ പണ്ഡിതന്മാർ നിലനിർത്തിയ പാരമ്പര്യം. ആ പാരമ്പര്യം നിലനിർത്തുന്ന ഉലമാ ഇപ്പോഴും നമ്മുടെ മുന്നിലുണ്ട്. ശൈഖുൽ ജാമിയ റാബിത്തയിൽ പോയി പ്രബന്ധം അവതരിപ്പിച്ചു. ഷാഫിഈ ഫിഖ്ഹിന്റെ ഇബാറത്തുകൾ ഉന്നയിച്ചുകൊണ്ട് നിരവധി കിതാബുകൾ റെഫർ ചെയ്ത് ഒരു പ്രബന്ധം അവതരിപ്പിച്ചപ്പോ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്ന പണ്ഡിതന്മാർക്ക് മഹാത്ഭുതം. എന്തൊരു പ്രബന്ധമാണിത്, എന്തൊരാശയ സമർത്ഥന രീതിയാണിത്, എങ്ങനെയാണ് നിങ്ങൾക്ക് ഈ ഇൽമു കിട്ടിയത്? ശൈഖുൽ ജാമിയ കേരളീയ പാണ്ഡിത്യത്തിന്റെ പണ്ഡിതന്മാരുടെ ആ പാരമ്പര്യം അവർക്ക് പറഞ്ഞു കൊടുത്തു. അവരൊക്കെ ആ പ്രബന്ധത്തിന്റെ കോപ്പി പ്രത്യേകം ചോദിച്ചു വാങ്ങിപ്പോവുകയാണ്. ബഹുമാനപ്പെട്ട ശൈഖുനാ സയ്യിദുൽ ഉലമ മാസങ്ങൾക്ക് മുമ്പ് ബഹ്റൈനിൽ പോയി. ബഹുമാനപ്പെട്ട സമസ്തയുടെ ബഹ്റൈൻ ഘടകത്തിന്റെ പ്രസിഡന്റാണ് സയ്യിദ് ഫഖറുദ്ദീൻ തങ്ങൾ. നിരവധി അറബികൾ ബഹ്റൈനുകൾ അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരുണ്ട്. വലിയ തഹ്ഖീഖുള്ള ആലിമാണ്. 4 മദ്ഹബിന്റെ കിതാബുകളും ആഴത്തിൽ പഠിച്ച മഹാപണ്ഡിതനാണ് സയ്യിദ് ഫഖറുദ്ദീൻ തങ്ങൾ. ഹദീസിലും ഖുർആൻ വ്യാഖ്യാനത്തിലും ആഴത്തിലുള്ള ഇൽമാണ്. അതുകൊണ്ട് അറബികളായ പണ്ഡിതന്മാർ നിരന്തരം അദ്ദേഹത്തിന്റെ ക്ലാസ്സിന് വരുന്നു. അദ്ദേഹത്തിന്റെ ഔദ്യോഗികമായ ഗവൺമെന്റ് ജോലി റിട്ടയർ ചെയ്തപ്പോഴും ഈ അറബി പണ്ഡിതന്മാരുടെ ആവശ്യപ്രകാരം ഇപ്പോഴും അദ്ദേഹം ബഹ്റൈനിൽ തന്നെ കഴിയുകയാണ്, അവർക്ക് ക്ലാസ് എടുക്കുന്നതിന് വേണ്ടി. അങ്ങനെ വലിയ ശിഷ്യസമ്പത്തുള്ളവരാണ്. അതുകൊണ്ട് തന്നെ ഫഖറുദ്ദീൻ തങ്ങളുടെ കൂടെ സയ്യിദുൽ ഉലമയെ കണ്ടപ്പോ, ഒരു പരിപാടിയിൽ പങ്കെടുത്തപ്പോ, സയ്യിദുൽ ഉലമയുടെ പ്രസംഗം കേട്ടപ്പോ, സയ്യിദുൽ ഉലമയോട് സംസാരിച്ചപ്പോ അവർക്ക് മനസ്സിലായി ഇദ്ദേഹം ഒരു സാധാരണ പണ്ഡിതനല്ല. അവിടുത്തെ ഖാദിമാർ, ജഡ്ജിമാർ, ഔഖാഫിലെ ആലിമീങ്ങൾ ആവശ്യപ്പെട്ടു, ഈ ഷെയ്ഖിന്റെ ഒരു ക്ലാസ് ഞങ്ങൾക്ക് വേണം. മഹാനായ ഫഖറുദ്ദീൻ തങ്ങൾ അത് സംഘടിപ്പിച്ചു. ഖാദിമാരും അതേപോലെ ജഡ്ജിമാരും ഔഖാഫിന്റെ പണ്ഡിതന്മാരും പങ്കെടുത്തു. 40 ഹദീസ് ഇമാം നവവി തങ്ങളുടെ ആ 40 ഹദീസുകളുടെ ഇജാസത്ത് കൊടുത്തു, അതിന്റെ ദർസ് കൊടുത്തു. ശൈഖുനാ ശംസുൽ ഉലമ പഠിപ്പിച്ചു കൊടുത്ത വ്യാഖ്യാനങ്ങൾ പറഞ്ഞു കൊടുത്തു. അവർക്ക് അത്ഭുതമാവുകയാണ്. കാരണം ശംസുൽ ഉലമയുടെ ഹദീസ് വ്യാഖ്യാനത്തിന്റെ ഒരു രീതിയുണ്ട്, സ്വഹീഹുൽ ബുഖാരിയുടെ ഒരു അവതരണ രീതിയുണ്ട്. അത് പഠിച്ച സയ്യിദുൽ ഉലമ ഹദീസുകൾ അങ്ങനെ വ്യാഖ്യാനിച്ചപ്പോൾ ഈ അറബി പണ്ഡിതന്മാർക്ക് അത്ഭുതമായി. അവരതിന്റെ ഇജാസത്ത് സ്വീകരിച്ചു. പിന്നീട് ഫഖറുദ്ദീൻ തങ്ങളോട് അവർ ചോദിച്ചു അത്രേ, ഇങ്ങോട്ട് വന്ന് ഞങ്ങൾക്ക് ഇജാസത്ത് തന്ന ആ സയ്യിദിന്റെ, ആ ഷെയ്ഖിന്റെ ഷെയ്ഖിനെ കുറിച്ച് പറഞ്ഞല്ലോ, അതായത് ശംസുൽ ഉലമ, അദ്ദേഹത്തെ കുറിച്ച് ഞങ്ങൾക്കറിയണം, പഠിക്കണം, അദ്ദേഹത്തിന്റെ വീക്ഷണങ്ങൾ കൂടുതൽ മനസ്സിലാക്കണം എന്ന് ഇന്നും ജീവിച്ചിരിക്കുന്ന ബഹ്റൈനിലെ പണ്ഡിതന്മാർ ആവശ്യപ്പെടുകയാണ്. ഇതാണ് നമുക്ക് വേണ്ടത്. അതിനാണ് പ്രിയപ്പെട്ട മുത്തഅല്ലിമീങ്ങളെ നിങ്ങൾ പഠിക്കേണ്ടത്. ലോകത്തെവിടെ ചെന്നാലും സുന്നത്ത് ജമാഅത്ത് പറയാൻ, ലോകത്തെവിടെ ചെന്നാലും നമ്മുടെ മദ്ഹബ് പറയാൻ, ലോകത്തെവിടെ ചെന്നാലും നമ്മുടെ അഖീദ പഠിപ്പിച്ചു കൊടുക്കാൻ പഴച്ചു പോയ ആളുകളെ, ലോക പണ്ഡിതന്മാരെ തിരുത്തി കൊടുക്കാനാണ് ആഴത്തിൽ കിതാബ് പഠിച്ച് ഇൽമു പഠിച്ച് നിങ്ങൾ ഈ ഉമ്മത്തിന്റെ മുന്നിൽ നിൽക്കേണ്ടത്. അടുത്ത തലമുറ സമസ്ത അതിനാണ് ഈ സംവിധാനങ്ങളിലൂടെയൊക്കെ വഴിയൊരുക്കുന്നത്. ഇൻഷാ അല്ലാഹ് ഇന്നും നമുക്കറിയാം ഈ പാരമ്പര്യം നിലനിൽക്കണം. ഇന്ന് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കേന്ദ്ര മുശാവറയിലേക്ക് 6 പുതിയ അംഗങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ടു. നല്ല കിതാബ് തിരിയുന്ന, മദ്ഹബിലും അഖീദയിലും പാരമ്പര്യത്തിലും തഹ്ഖീഖുള്ള മഹാപണ്ഡിതന്മാരെയാണ്. അതാണ് സമസ്ത മുശാവറയിലേക്ക് തെരഞ്ഞെടുക്കപ്പെടാനുള്ള യോഗ്യത എന്നതുകൊണ്ട് നമ്മൾ തിരിച്ചറിയുകയാണ്. സമസ്ത പാരമ്പര്യത്തിൽ നിന്ന് 1 ഇഞ്ച്, 1 സെന്റിമീറ്റർ, ഒരു ചെറിയ തരിമ്പ് പുറകിലേക്ക് പോയിട്ടില്ല. പാരമ്പര്യത്തിൽ അടിയുറച്ച് തന്നെ സമസ്ത മുന്നോട്ട് പോയാലേ ഈ ഉമ്മത്തിനെ രക്ഷപ്പെടുത്താൻ കഴിയൂ. ഇൻഷാ അല്ലാഹ് നമുക്കൊക്കെ സമസ്തയുടെ ഖാദിമീങ്ങളാവണം, സമസ്തയുടെ സേവകരാവണം. സമസ്തയുടെ 100ാം വാർഷികം ഒരു ചരിത്ര സംഭവമാക്കി തീർക്കണം. അതിലൊക്കെ നമുക്ക് പങ്കെടുക്കണം. 33,313 ക്യാമ്പംഗങ്ങൾ പങ്കെടുക്കുമ്പോൾ എൻ്റെ ശബ്ദം കേൾക്കുന്ന നിങ്ങളൊക്കെ ക്യാമ്പംഗങ്ങളാവണം. കാരണം നമ്മുടെ നേതാക്കൾ ആഗ്രഹിക്കുന്നത് നമ്മൾ 2-3 ദിവസം അവിടെ ഒരുമിച്ച് കൂടുമ്പോൾ 3313 ഖത്തമുകൾ തീർക്കണം, 3313 യാസീനോദനം, നമുക്കൊക്കെ ഒരുമിച്ച് ഹദ്ദാദ് ചൊല്ലണം, ദിക്റുകൾ ചൊല്ലണം, ഫാത്തിഹ ഓതണം, ഇടക്കിടക്ക് ദുആ ചെയ്യണം, നമുക്കൊരുമിച്ച് ജമാഅത്തായി നിസ്കരിക്കണം.
അത് മാത്രമല്ല, അവസാനം മഹാസമ്മേളനത്തിൽ ലക്ഷക്കണക്കിന് ആളുകൾ ഒന്നിച്ച് മഗ്‌രിബ് ജമാഅത്തായി നിസ്കരിക്കുമ്പോൾ നമുക്കതിൽ മഅ്മൂമുകളാവണം. അവിടെ മഹാന്മാര് ദുആ ചെയ്യുമ്പോൾ അതിന് ആമീൻ പറയണം. ലക്ഷക്കണക്കിന് ഔലിയാക്കളാണ് അവിടെ ഒരുമിച്ച് കൂടുക, ആലിമീങ്ങളാണ് ഒരുമിച്ച് കൂടുക, തങ്ങന്മാരാണ് ഒരുമിച്ച് കൂടുക, മുത്തഅല്ലിമീങ്ങളാണ് ഒരുമിച്ച് കൂടുക, ഹാഫിളീങ്ങളാണ് ഒരുമിച്ച് കൂടുക, യതീമുകളായ മക്കളാണ് ഒരുമിച്ച് കൂടുക, സാധാരണക്കാരായ പ്രവർത്തകർ, SKSSFകാർ, SYSകാർ, SMFകാർ, SKMMയുടെ പ്രവർത്തകർ, ജമിയത്തുൽ മുഅല്ലിമീൻ, ജമിയത്തുൽ മുദരിസീൻ, ജമിയത്തുൽ ഖുതബാ, നമ്മളെല്ലാവരും സമസ്തക്കാർ, സമസ്തയോടൊരൽപ്പം സ്നേഹമുള്ള ആളുകൾ, ജനലക്ഷങ്ങൾ മുഴുവനും വലിയ ഒരു കവാടം, ശൈഖുന ശംസുൽ ഉലമയുടെ പേരിൽ സ്ഥാപിക്കപ്പെടുന്ന വലിയ കവാടത്തിലൂടെ സമ്മേളന നഗരിയിലേക്ക് നമ്മൾ പ്രവേശിക്കും. ശംസുൽ ഉലമ, ആ ശംസുൽ ഉലമയുടെ വീക്ഷണമാണ് ആ കവാടത്തിന്റെ അടയാളപ്പെടുത്തൽ. നമ്മൾ ആ 100ാം വാർഷികത്തിലേക്ക് പ്രവേശിക്കേണ്ടത് ശംസുൽ ഉലമയിലൂടെയാണ്, ശംസുൽ ഉലമയുടെ പാതയിലൂടെയാണ്, ശംസുൽ ഉലമയുടെ അഖീദയിലൂടെയാണ്, ശംസുൽ ഉലമയുടെ സംഘടനാ നിലപാടിലൂടെയാണ്, ശംസുൽ ഉലമയുടെ സാമൂഹിക നിലപാടിലൂടെയാണ്. ശംസുൽ ഉലമയുടെ പാരമ്പര്യം മുഴുവനായി സ്വീകരിച്ചവർ ശംസുൽ ഉലമയുടെ നാമധേയത്തിൽ സ്ഥാപിക്കപ്പെടുന്ന മനോഹരമായ പടുകൂറ്റൻ കവാടത്തിലൂടെ വിശാലമായ വരക്കൽ മുല്ലക്കോയ തങ്ങൾ നഗരിയിലേക്ക് നമ്മൾ പ്രവേശിക്കും. ജനലക്ഷ